നമസ്കാരം, ഞാൻ അരുൺ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള സാംസങ് ഗാലക്സി A52S 5G എന്ന സ്മാർട്ട് ഫോണിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ്ങും അതുപോലെ റിവ്യൂവുമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഫോൺ അൺബോക്സിങ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് നമ്മുടെ ചാനലിനകത്ത് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ വേഗം ഇതിൻ്റെ ഒരു അൺബോക്സിങ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. പിന്നെ ഈ ഒരു ഫോണിനെ കുറിച്ച് ഒരുവിധം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങിച്ചവരോ അല്ലെങ്കിൽ വാങ്ങിക്കാൻ പോകുന്നവരോ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും ഫോണുകളെക്കുറിച്ച് വാങ്ങിക്കാനായിട്ട് ഡൗട്ടുകളോ അല്ലെങ്കിൽ കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് നിമിഷവും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്നെ കൊണ്ട് സാധിക്കുന്ന സഹായങ്ങളൊക്കെ നമ്മൾ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാറുണ്ട്, എല്ലാവർക്കും റിപ്ലൈയും കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കധികം വൈകാതെ ഡയറക്റ്റായിട്ട് ഈ ഒരു ഫോൺ ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി A52S എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സിന് മുകളിലായിട്ട് ഇത്തരത്തിൽ മോഡൽ നെയിം ഇവിടെ എഴുതിയിട്ടുണ്ട്. താഴെ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ അതായത് ഫോട്ടോ പോലെ ഒരു രൂപം കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സാംസങ്ങിൻ്റെ ലോഗോയും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ സൈഡിലായിട്ട് ഇത്തരത്തിൽ ഗാലക്സി A52S 5G എന്ന് വളരെ വലുതാക്കിയിട്ട് ഇതിൻ്റെ മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലോ മറ്റു ഭാഗങ്ങളിലൊന്നും ഈ ഫോണിൻ്റെ ബാക്കി ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് സാംസങ്ങിൻ്റെ ഈ ഫോൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് ചെറിയൊരു പേപ്പർ ബോക്സ് ഉണ്ടായിരിക്കും. നമുക്ക് ഇതിനകത്ത് ഇത്തരത്തിൽ ഒരു സിം എജക്റ്റിംഗ് ടൂൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പോച്ച് നമുക്കിതിനകത്ത് വരുന്നില്ല. എന്നാൽ ഒരു യൂസർ മാനുവൽ അതുപോലെ വാറൻറ്റി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചെറിയൊരു പേപ്പർ ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ തൊട്ട് മുൻപ് ഇറങ്ങിയിട്ടുള്ള സാംസങ് ഗാലക്സി A52 എന്ന് പറയുന്ന മോഡലിൻ്റെ ഡിസൈനുമായിട്ടൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഈ ഫോണകത്ത് വരുന്നില്ല. ഇനി ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് ഇത്തരത്തിലൊരു 15 വോട്ടിൻ്റെ ഒരു ചാർജർ അഡാപ്റ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്. ഒരു 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയുന്നത് ഒരു നോർമൽ ചാർജിങ് ആണ്. നമുക്ക് ഈ ഒരു ഫോണിനകത്ത് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. എന്നാൽ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നത് 15 വോട്ടിൻ്റെ ഒരു ചാർജറാണ്, ഒരു നോർമൽ ചാർജറാണ്. അപ്പോൾ ഈ ആക്സറീസ് ഒക്കെയാണ് നമ്മൾ ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അതായത് ഒരു ടൈപ്പ് സി ചാർജിങ് കേബിൾ, അതുപോലെ ഒരു ചാർജിങ് അഡാപ്റ്റർ, പിന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂൾ. നമുക്ക് ഹെഡ്സെറ്റോ പോലുള്ള മറ്റ് ആക്സറീസും നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ കിട്ടുന്നില്ല. എന്നാൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് കൂടി വരുന്ന ഒരു മോഡലാണ് ഇത്. ഇനി നമുക്ക് ഈ ഒരു ഫോൺ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫോൺ വരുന്ന ഇത്തരത്തിലൊരു പ്ലാസ്റ്റിക് കവറിന് അകത്താണ്. നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് കവർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നതാണ് സാംസങ് ഗാലക്സി A52S 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. അത്യാവശ്യം വളരെ വലിയൊരു മൊബൈൽ തന്നെയാണിത്. ഇതൊരു സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേയിൽ ഇത്ര വലിയൊരു സ്ക്രീൻ വരുന്ന മൊബൈലുകൾ വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൊട്ട് മുൻപ് ഇറങ്ങിയ A52 എന്ന് പറയുന്ന മോഡലുമായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഈ ഒരു ഫോണിനകത്തും വരുന്നില്ല. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നല്ല ഒരു ഡിസൈനാണ്. ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രീമിയം ലുക്ക് തോന്നുന്ന ഡിസൈനാണ്. നമുക്ക് സാംസങ്ങിൻ്റെ ഒരു ഹൈ എൻഡ് മോഡൽ S സീരീസ് ഫോണുകളൊക്കെ ആയിട്ട് ഓർമ്മിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും വന്നിട്ടുള്ളത്. 4 ക്യാമറകൾ വളരെ വലുതായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ഒരു LED ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ക്യാമറ ഒരു സെക്ഷനാണ്, ആ ഒരു ഭാഗമാണ് ഏറ്റവും മനോഹരമായി തീർക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇതൊരു ഗ്ലാസ് ബോഡി എന്നല്ല, എന്നിരുന്നാലും ഒറ്റ നോട്ടത്തിൽ ഒരു മാറ്റ് ഗ്ലാസ് ആണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാലും നല്ല ഒരു ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ബോഡി തന്നെയാണ് വരുന്നത്. നല്ല മാറ്റ് ഫിനിഷാണ് വരുന്നത്. നമുക്ക് ഫിംഗർ പ്രിൻറ്റുകളോ അല്ലെങ്കിൽ ചെടികളോ പോലെയുള്ള അഴുക്കുകളൊന്നും ഈ ഒരു ബാക്ക് പാനലിനകത്ത് പറ്റി പിടിച്ചിരിക്കില്ല എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് എന്തെങ്കിലും അഴുക്കായാലും നമുക്ക് ഒന്ന് അമർത്തി തുടച്ച് ക്ലീൻ ആക്കിയാലും സ്ക്രാച്ചുകളൊന്നും വരാത്ത രീതിയിലുള്ള ഒരു മാറ്റ് കോട്ടിംഗ് ഒക്കെ അതിനകത്ത് മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് നമുക്കൊന്നും പറയാനില്ല, നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ്. അത് തൊട്ട് മുൻപത്തെ ഫോൺ നമ്മൾ അൺബോക്സ് ചെയ്തപ്പോഴും പറഞ്ഞ കാര്യം തന്നെയാണ്. സൈഡ് ഭാഗത്തായിട്ട് ഇത്തരത്തിൽ ഒരു വോളിയം അപ്പ് ആൻഡ് കീകളും അതുപോലെ ഓൺ സ്വിച്ചും വരുന്നുണ്ട്. മുകളിലായിട്ട് സിം കാർഡ് ഹോൾഡറും അതുപോലെ നോയ്സ് ക്യാൻസലേഷൻ മൈക്കും വരുന്നുണ്ട്. താഴെയായിട്ട് ഇത്തരത്തിലൊരു ടൈപ്പ് സി ചാർജിങ് പോർട്ടും അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കർ ഗ്രില്ലുകളും പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് മൈക്രോഫോണിൻ്റെ ഹോളും 3.5mm ഓഡിയോ ജാക്കും വരുന്നുണ്ട്. ഇതിൻ്റെ സിം സ്ലോട്ട് എന്ന് പറയുന്നത് ഹൈബ്രിഡ് സ്ലോട്ടാണ്. നമുക്ക് 2 സിം കാർഡിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും ഇട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മോഡലാണ്. ഒരു 30,000 രൂപ പ്രൈസ് റേഞ്ചും അല്ലെങ്കിൽ അബവ് നോക്കുമ്പോൾ നമുക്ക് മെമ്മറി കാർഡിൻ്റെ ഓപ്ഷൻ വരുന്ന ഒരു മോഡലായിട്ട് ഇത് പരിഗണിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ള കാര്യങ്ങൾ. ഡിസൈൻ വൈസ് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നല്ല ഒരു ഡിസൈൻ തന്നെയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഫോണകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോൺ ഓണെന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഒരുപാട് ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോകളും റിവ്യൂകളൊക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് മണിക്കൂറുകളുടെ എഫോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിലിരിക്കുന്ന A52S 5G എന്ന സ്മാർട്ട് ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ആദ്യം ഡിസ്പ്ലേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നമുക്ക് യാതൊരുവിധ കാര്യങ്ങളും പറയാനില്ല. അത്രയും മനോഹരമായിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഏറ്റവും കൂടിയ മോഡലായിട്ടുള്ള മുന്തിയ ഇനം ഡിസ്പ്ലേ തന്നെയാണ് ഈ ഫോണിനകത്ത് വന്നിട്ടുള്ളത്. സൈഡിലേക്ക് നോക്കുമ്പോഴായാലും നല്ലൊരു വിസിബിലിറ്റിയാണ്, നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫുൾ ബ്രൈറ്റ്നസ്സിലാണ് ഈ ഫോൺ കാണിച്ചു തരുന്നത്. ഇപ്പോൾ നമ്മളൊരു ഫോണിനകത്താണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ പരിമിതികളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. താഴെ നോക്കിയാലും ഇത്തരത്തിൽ വളരെ നൈസായിട്ടുള്ള ചിഹ്നമാണ്. സൈഡൊന്നും തീരെ ബെസലില്ലാതെ ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിൽ വളരെ ഒരു ചെറിയൊരു പൊട്ട് പോലെ അത്രയും ചെറിയതായിട്ടാണ് ഫ്രണ്ട് ക്യാമറയും സ്ക്രീനിനകത്ത് ഒരു പഞ്ച് ഹോളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ വൈസ് നമുക്കൊന്നും പറയാനില്ല, നല്ല ഒരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഡിസ്പ്ലേ AMOLED ഒക്കെ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് സാംസങ്ങിൻ്റെ ഒരു ഹൈ എൻഡ് മോഡൽ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാ വിധത്തിലുള്ള നല്ലൊരു കളറും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ടച്ച് റെസ്പോൺസും അതുപോലെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ഈ ഫോണിനകത്ത് വന്നിട്ടുള്ളത് 120 ഹെർട്സിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അത്രയും സ്മൂത്താണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ്. അതായത് 120 ഹെർട്സിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ നല്ല സ്മൂത്തായിട്ട് ഇതിൻ്റെ പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഗെയിമിംഗ് ഒക്കെ ഉള്ളവർക്കായാലും അല്ലെങ്കിൽ നോർമൽ യൂസ് ചെയ്യുമ്പോഴായാലും നമുക്ക് ഒരു ഒഴുകി നടക്കുന്ന പോലെ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ 120 ഹെർട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ അത്രയേറെ പെട്ടെന്ന് തന്നെ ഇത് റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡിനകത്ത് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ റിഫ്രഷ് ആവുന്ന ആ ടൈമിനെയാണ് ഒരു റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത്. അത് 120 ഹെർട്സ് വരെ നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്ക്രീനിൻ്റെ സ്മൂത്ത്നെസ് നമുക്ക് സ്റ്റാൻഡേർഡ് എന്നോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം രീതിയിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ചാർജൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി പോകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പോലെ തന്നെ ഇത്തരത്തിൽ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് നമുക്ക് ആ ഒരു റിഫ്രഷ് റേറ്റിൻ്റെ ആ ഒരു സ്മൂത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് ജസ്റ്റ് സെറ്റിങ്സിനകത്ത് കയറിയിട്ട് ഇത്തരത്തിൽ ഡിസ്പ്ലേ സെറ്റിങ്സിനകത്ത് ഇവിടെ മോഷൻ സ്മൂത്ത്നെസ് എന്നൊരു ഓപ്ഷനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ടും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഗെയിമിംഗ് സമയത്തൊക്കെ നമ്മൾ അത് ഓണാക്കിയിരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയുടെ ഭാഗത്തു നിന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യമാണ് പറയുന്നത്. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ വളരെ വലിയ ഐക്കണുകൾ നമ്മൾ സാധാരണ സാംസങ്ങിൻ്റെ ഫോണിൽ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഐക്കണുകളും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആപ്ലിക്കേഷനുകൾ പ്രീ ഇൻസ്റ്റാളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ജോഷ്, ബൈജൂസ്, ലേണിംഗ് ആപ്പ്, ആമസോൺ പോലെയുള്ള ഡെയിലി ഹണ്ട് പോലെയുള്ള കുറച്ച് അനാവശ്യമായ ആപ്പുകൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ ഈ ജോഷ്, സ്നാപ്ചാറ്റ് ആയാലും ഫോൺ പേ ആയാലും ആമസോൺ പ്രൈം വീഡിയോ ആയാലും ഒരുവിധം എല്ലാവരും ഉപയോഗിക്കുന്ന ആപ്പുകളാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറേജ് പരമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഇത് പ്രീ ഇൻസ്റ്റാളായിട്ട് ഈ ഫോണിനകത്ത് വരുന്ന കുറച്ച് ആപ്ലിക്കേഷനുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ മൊത്തത്തിൽ അത് ഡിസ്പ്ലേനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അതായത് 120 ഹെർട്സിൻ്റെ സ്ക്രീൻ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും അടിപൊളിയാണ്. നല്ല ഒരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ സെറ്റിങ്സിനകത്ത് ആയാലും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ അത്രയും ഫാസ്റ്റാണ് കേട്ടോ. അതിൻ്റെ എല്ലാ മൂവ്മെൻറ്റുകളും വളരെ ഫാസ്റ്റാണ്. സെറ്റിങ്സൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഓപ്പണായി വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് ഇവിടെ അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ മോഡൽ നെയിം A52S 5G എന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ IMEI നമ്പർ, കുറച്ച് കാര്യങ്ങളും സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ പോയി കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ 1 UI വേർഷൻ 3.1ലാണ് ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷൻ 11ലാണ് ഈ ഫോൺ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഭാവിയിൽ ആൻഡ്രോയിഡ് 12ലേക്കും 13ലേക്കുള്ള ഒരു അപ്ഡേഷനൊക്കെ നമുക്ക് ഈ ഫോണിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടും. ബാറ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ 4500 mAh ഒരു ബാറ്ററി വരുന്നുണ്ട്. അതിനകത്ത് തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു 15 വാട്ടിൻ്റെ ഒരു നോർമൽ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇതിനെ കൂടെ വരുന്നുണ്ട്. നമുക്ക് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡൽ കൂടിയാണ് ഇത്. അപ്പോൾ അതും കൂടി നമുക്ക് പരിഗണിക്കാം. 4500 mAh ഒരു LED ഡിസ്പ്ലേക്കകത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ മൊത്തത്തിൽ പറയാനുള്ള കാര്യം. ഇനി ഇതിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 778 എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ചിപ്സെറ്റാണ് വരുന്നത്. അത് 5G സപ്പോർട്ടാണ്. 12ഓളം ബാൻഡുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു 5G ചിപ്സെറ്റാണ്. അപ്പോൾ നമുക്ക് ഭാവിയിൽ 2-3 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലേക്ക് 5G വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5G റെഡി ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് എന്ന് പറയാം. അപ്പോൾ 5G വരുമ്പോൾ നമുക്ക് 5G ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നെറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി അടുത്തായിട്ട് ഈ ഫോണിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. ക്യാമറയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ക്യാമറയ്ക്കകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മോഡലായിട്ട് ജസ്റ്റ് കുറച്ച് ക്യാമറയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു തരാം. ഇപ്പോൾ ലൈവായിട്ടൊരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരുന്നതാണ്.
ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. വളരെ ലൈറ്റ് കുറഞ്ഞ ഒരു റൂമിനകത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ടും നമുക്ക് ഇത്രത്തോളം സൂമിങ്ങും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഇത് ഒരു നോർമൽ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോ ആണ് കേട്ടോ, നമ്മളൊരു വേറെ സെറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ എന്നല്ല, ലൈവായിട്ട് ഇപ്പോൾ എടുക്കുന്ന ഒരു ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫോട്ടോ ഔട്ട്പുട്ട് നമുക്കിനകത്ത് കിട്ടുന്നുണ്ട്. കളർ ടോണുകളായാലും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത് 64 മെഗാ പിക്സലിൻ്റെ ഒരു ഹൈ റെസൊല്യൂഷൻ ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ ഫോട്ടോ നമുക്കിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ക്യാമറയ്ക്കകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും സെപ്പറേറ്റ് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ക്യാമറയ്ക്കകത്ത് ഫൺ മോഡ് വരുന്നുണ്ട്, സിംഗിൾ ടേക്ക് മോഡ് വരുന്നുണ്ട്, പിന്നെ ഫോട്ടോ മോഡ് വരുന്നുണ്ട്, വീഡിയോ മോഡ് വരുന്നുണ്ട്. ആ വീഡിയോ മോഡിൽ തന്നെ നമുക്ക് ഇത്തരത്തിൽ UHDയിൽ നമുക്ക് 35 സെക്കൻഡിനകത്ത് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. OIS അതായത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട്. അതുപോലെ ഫുൾ HDയിൽ നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നോർമൽ 4K നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മോഡുകളൊക്കെ ചേഞ്ച് ചെയ്യുന്ന കുറേ ഭാഗങ്ങളൊക്കെ ഈ വീഡിയോഗ്രാഫിക്കകത്തും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ വൈഡ് ആംഗിളിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ട്. മോഡ് സെറ്റിങ്സിനകത്ത് ഇത്രയേറെ ഫീച്ചേഴ്സ്, അത് AR മോഡിൽ പ്രൊഫഷണൽ മോഡ്, പനോരമ മോഡ്, ഫുഡ് മോഡ്, നൈറ്റ് മോഡ്, മാക്രോ ക്യാമറ മോഡ്, പോർട്രേറ്റ് മോഡ്, പ്രൊഫഷണൽ വീഡിയോ മോഡ്, സൂപ്പർ സ്ലോ മോഷൻ മോഡ്, അതുപോലെ സ്ലോ മോഷൻ മോഡ്, ഹൈപ്പർ ലാപ്സ് മോഡ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു ക്യാമറയ്ക്കകത്തും മോഡ് സെറ്റിങ്സിനകത്തും വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായാലും നമുക്കൊരു സെപ്പറേറ്റ് എന്തായാലും ഒരു വലിയൊരു വീഡിയോ തന്നെ ഇരുന്നതായിരിക്കും. അത് ഈ ഒരു വീഡിയോയുടെ റീച്ച് അനുസരിച്ചാണ് നമ്മൾ ആ ഒരു വീഡിയോ ഇടുക. പിന്നെ ഇതൊക്കെയാണ് ഇതിന് ഫോണിനെ കുറിച്ച് പറയാനുള്ള കാര്യം. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 32 മെഗാ പിക്സലാണ് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ലൈവായിട്ട് ഒരു സെൽഫി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ലൈറ്റ് വളരെ കുറഞ്ഞ റൂമാണ്, എന്നിട്ട് വരെ നമ്മളിപ്പോൾ ലൈവായിട്ട് എടുത്ത ഫോട്ടോ ആണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നല്ല രീതിയിൽ സൂം ആവുന്നുണ്ട്. സൂം ചെയ്താലും അതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ അത്യാവശ്യം സെൽഫിക്ക് കൂടി പറ്റിയ ഒരു മോഡലാണ്. നമുക്ക് 4K റെസൊല്യൂഷനകത്ത് ഇതിനകത്ത് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട്. 32 മെഗാ പിക്സൽ ആണെങ്കിലും അതുപോലെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണെങ്കിലും നമുക്ക് നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. സാധാരണ പഞ്ച് ഹോൾ ക്യാമറകൾക്കകത്തൊന്നും അത്ര നല്ല ഒരു ഔട്ട്പുട്ട് സെൽഫിക്കകത്ത് കിട്ടാറില്ല പല ഫോണിനകത്തും. ഇതിനകത്ത് നമുക്ക് വലിയ തിരക്കില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയുള്ള സെൽഫി ക്യാമറ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ക്യാമറ വൈസും ഒരുവിധം എല്ലാവരും സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ ഫസ്റ്റ് ഇംപ്രഷനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ടോട്ടലായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 120 Hz സ്ക്രീൻ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 6.5 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ 5G സപ്പോർട്ടഡ് മൊബൈലാണ്. Qualcomm Snapdragon 778 എന്ന ലേറ്റസ്റ്റ് 5G സപ്പോർട്ട് ചെയ്യുന്ന പ്രോസറാണ് ഇതിനകത്ത് വരുന്നത്. 12ഓളം ബാൻഡുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോഡലാണ്. ഡിസൈൻ വൈസ് നോക്കിയാൽ നല്ല അടിപൊളി ഡിസൈനാണ് വരുന്നത്. പിന്നെ 64 മെഗാ പിക്സലിൻ്റെ മെയിൻ റിയർ ക്യാമറയുടെ കൂടെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ വീതം മറ്റ് 2 മാക്രോ പോർട്രേറ്റ് ക്യാമറകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു പ്രൊഡക്റ്റായിട്ട് നമുക്കിങ്ങനെ കണക്കാക്കാം. അപ്പോൾ എന്തെങ്കിലും ഈ ഫോണിനെ കുറിച്ച് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എനിക്ക് അതിനോട് പറ്റുന്ന മറുപടികളൊക്കെ തരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് എ ലോട്ട്.